ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ചില വീട്ടുകാര്യങ്ങളാകട്ടെ, കുടങ്ങൽ ചമ്മന്തി ഉണ്ടാക്കാം. പുളിയാറില അല്ലെങ്കിൽ ഓക്സാലിസിനാണ് മലയാളത്തിൽ പുളിയാറില എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലയ്ക്ക് ചെറിയൊരു പുളിരസം ഉള്ളതുകൊണ്ടാണ് പുളിയാറില എന്ന് പറയുന്നത്. കുടങ്ങല ചമ്മന്തിയിൽ ചേർക്കാൻ കൊള്ളാം, വളരെ കുറച്ചേ ചേർക്കാവൂ എന്ന് മാത്രം. വളരെ പോഷക ഗുണമുള്ളതുമാണ്. പിന്നെ കുടങ്ങലിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയേണ്ടതില്ലല്ലോ. എല്ലിനും പല്ലിനും ബ്രെയിനിനും എന്ന് വേണ്ട എല്ലാത്തിനും ഉപകരിക്കുന്നതാണല്ലോ. ഭയങ്കര ഔഷധ ഗുണമുള്ളതാണല്ലോ കുടങ്ങൽ. മലബാറിലോട്ടൊക്കെ മുത്തളെന്ന് പറയും, ഇവിടൊക്കെ കുടകനെന്ന് പറയും. സെൻഡല്ല, ഹൈഡ്രോകോട്രൈൽ എന്നൊക്കെ മുത്തളിന് പറയും. ഇൻഗ്രീഡിയൻസ്: ചുവന്നുള്ളി, തേങ്ങ, കുടങ്ങൽ, പുളിയാറില. തേങ്ങ ഏറെ, കുടങ്ങൽ കുറച്ച്, പുളിയാറില അതിനേക്കാൾ കുറച്ച്, പിന്നെ ചുവന്നുള്ളി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും, ഒരു എരിവില്ലാത്ത ഉണ്ടമുളക്. എല്ലാം കൂടെ മിക്സിയിൽ അടിച്ചെടുക്കുക. ചട്ടിയിൽ ഈ കാണുന്നത് പോലെ ഓലത്ത് ചേർത്ത് ചമ്മന്തിയാക്കുക. ഒത്തിരി നേരം തിളയ്ക്കരുത്. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വാങ്ങി വയ്ക്കുക. പച്ചിലയുള്ളതാണല്ലോ. നല്ല സ്വാദും പോഷക ഗുണവും ഉണ്ട്. ചെയ്ത് നോക്കിക്ക്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇച്ചിരി കൂടെ കുറുകണമെങ്കിൽ കുറുക്കാം, പക്ഷേ ഇതാണ് അതിൻ്റെ ശരിയായിട്ട്. കുഴപ്പമില്ല. ഇഡലിയോ ഒക്കെ മുക്കി തിന്നാനുള്ളതല്ലേ. കുടങ്ങൽ ചമ്മന്തി റെഡി. അല്പം കൂടി കുറുകി വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് വെള്ളം കുറച്ചെടുത്താൽ മതിയല്ലോ, കുറുകി കിട്ടും. എനിക്ക് അല്പം ലൂസായ ചമ്മന്തി തന്നെയാണ് ഇഷ്ടം. കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കണേ. പിന്നെ എരിവ് വേണ്ടിയവർക്ക് കൂടുതൽ മുളകിടാം, അവനവൻ്റെ ഇഷ്ടം. താങ്ക് യു ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്.